ഒന്ന് കഴിക്കട്ടെ. അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നൊക്കെ നമുക്ക് അറിയണ്ടേ, നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയതല്ലേ. പറയാം. ഇനി പറയാനുള്ളത്, ഗിഫ്റ്റുകൾ വരാൻ പോവുകയാണ് ഈ മാസം ജാനുവരിയിലെ. നല്ല നല്ല കമൻസിൽ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് നിങ്ങളെ. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ സംബന്ധിക്കുന്ന കമൻസുകളാണ് ഞങ്ങൾക്ക് ആവശ്യം, അല്ലാതെ വേറെ കമൻസുകളൊന്നും അല്ല ആവശ്യം. അടുത്ത മാസം ഫെബ്രുവരി ആദ്യ വാരമാണ് നമ്മൾ നറുക്കിടുന്നത്. അപ്പൊ എല്ലാവരും കമൻസ് ഇടാൻ മറക്കണ്ട. ഈവനിങ് സ്നാക്സ് എന്താണ്? ഇന്നത്തെ ഈവനിങ് സ്നാക്സ് ഒരു വെറൈറ്റി ആണ് കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മധുരക്കിഴങ്ങില്ലേ, അഥവാ സ്വീറ്റ് പൊട്ടറ്റോ, അത് വെച്ച് നമ്മളൊരു കട്ട്ലറ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ കൂടെ ഉള്ളത് കാന്താരി ഉണ്ട്, ചിക്കൻ. അപ്പം സ്വീറ്റ് കാന്താരി ചിക്കൻ കട്ട്ലറ്റ് ആണ്. കഴിച്ചിട്ടില്ല. സാധാരണ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ അല്ലേ നമ്മൾ ഇതിന് ഉപയോഗിക്കാറുള്ളത്. അപ്പൊ ഞാൻ വിചാരിച്ചൊന്ന് മാറ്റിയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വീറ്റ് പൊട്ടറ്റോ മസ്റ്റാണ്. ഞാനത് പുഴുങ്ങി തോലെല്ലാം കളഞ്ഞ് റെഡിയാക്കി വെച്ചേക്കാണ്. ഇനി നമ്മളതിനെ പൊടിക്കും. പിന്നെ വന്നിട്ട് കാന്താരി, പച്ചമുളക്, കുറച്ച് പച്ചമുളക് കൂടെ. കാന്താരി ഒത്തിരി ആയാൽ ഭയങ്കര എരിയായിരിക്കുമല്ലോ. പിന്നെ വെളുത്തുള്ളി കൊത്തിയരിഞ്ഞത്, ഇഞ്ചി കൊത്തിയരിഞ്ഞത്, മല്ലിയില, സവാള ഒരെണ്ണം കൊത്തിയരിഞ്ഞത്, പിന്നെ കറിവേപ്പില. ഇത്രയാണ് നമ്മൾ ഇപ്പൊ ഇതിന് വഴറ്റാൻ വേണ്ടി എടുത്ത് വെച്ചേക്കുന്ന ഇത്രയും സംഭവങ്ങളാണ്. ഇവരെ രണ്ടുപേരെയും നമ്മൾ ഒന്ന് ചതച്ചെടുക്കത്തേ ഉള്ളൂ. ഒരുപാട് അങ്ങ് അരക്കില്ല, ജസ്റ്റ് ഒന്ന്. പിന്നെ വന്നിട്ട് നമ്മുടെ ചിക്കൻ വേവിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിനൊന്ന് ക്രഷ് ചെയ്തെടുക്കണം, അതിന് മാറ്റി വെച്ചേക്കാണത്. പിന്നെ വന്നിട്ട് അതാണ്ട് നമ്മുടെ റസ്ക് ഇങ്ങനത്തെ റോസ്റ്റ് ചെയ്തതാണ്, അതിനെ പൊടിച്ച് വെച്ചതാണ്. ഇത് അപ്പൊ എളുപ്പ വഴിയെല്ലാം നമ്മൾ ആദ്യമേ തയ്യാറാക്കി വെക്കണം. പിന്നെ മുട്ട എടുത്തിട്ടുണ്ട്, ഒരു 3 മുട്ട. ഇനി നമുക്ക് ഇതുപോലെ ഒരു പാൻ വെച്ചിട്ട് നമുക്ക് ഇവരെയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ഞാൻ വഴറ്റാനുള്ള ആവശ്യത്തിനുള്ള എണ്ണ എടുത്തിട്ടുണ്ട്. പോയിട്ട് ഞാൻ കുറച്ച് നെയ്യും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നെയ്യ് ഒഴിച്ചാൽ മതി. കുറച്ച് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയുള്ള പരിപാടിക്കാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. ഈ സമയം കൊണ്ട് നമുക്ക് ഈ പൊട്ടറ്റോ ഒന്ന് ഇതുപോലെ ഒന്ന് ഉടച്ചൊക്കെ വെക്കാം. അരിച്ച അത് വഴന്ന് വരുന്ന സമയത്തൊക്കെ നമുക്ക് അതിനകത്തേക്ക് ഇടാനുള്ളതാണ്. അപ്പൊ നേരത്തെ ജോലിയൊക്കെ അങ്ങ് ഒതുക്കിയാലേ പെട്ടെന്ന് ആവുമല്ലോ. ഈ സമയം കൊണ്ട് ഞാൻ കാന്താരിയും ഈ മുളകളൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തോണ്ട് വരാം. അപ്പൊ ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് സവാള, ചെറിയ തീ വേണം കേട്ടോ എല്ലാം ചെയ്യാനായിട്ട്, അല്ല എങ്ങനെയും തീ കൂട്ടിയിട്ട് കൊടുത്ത് ഒന്ന് ചെയ്യണം. കരിയാപ്പില ഇടുകയാണ്. ഇവരെ ഒന്ന് വഴന്ന് ജസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഈ പരുവത്തിൽ വഴന്നിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇടുക. എനിക്ക് വേണമെങ്കിൽ ആദ്യം ഇടാമായിരുന്നു, പക്ഷെ അത് ആദ്യം കയറി മൂത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ ടേസ്റ്റൊക്കെ അങ്ങ് മാറും. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് ചേർത്തത്. ഇത് കാന്താരിയും നമ്മുടെ പച്ചമുളകും കൂടി മിക്സാണിത്. അപ്പം ഇങ്ങനെ ഇത്ര അരയ്ക്കണം കേട്ടോ, അങ്ങ് ചതച്ച് പോയാൽ പറ്റത്തില്ല. പിന്നെ വന്നിട്ട് നമ്മുടെ ചിക്കനും ഇതുപോലെ തന്നെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക്. മല്ലിയിലയൊക്കെ നല്ലതാണ്, മണവും ഒക്കെ ഉണ്ടാവുമല്ലോ, നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന്. ഇനി ഇതിൽ കാന്താരി മുളകും കൂടി നമ്മൾ ഇടുകയാണ്. പിന്നെ കാന്താരി മുളക് ഒരുപാട് എരിയാകരുതേ, അതും കൂടി ഒന്ന് സൂക്ഷിച്ചോണം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മസാലകളൊക്കെ ഇടാൻ പോകണം. മഞ്ഞൾപ്പൊടി, ഇതിനകത്ത് മുളക് പൊടി നമ്മൾ ഉപയോഗിക്കുന്നില്ല, കാരണം വെച്ചാൽ മുളക് തന്നെ ധാരാളം ഉണ്ടല്ലോ. പിന്നെ മസാല കൂട്ടുമസാലയാണ്, ഇതിനകത്ത് എല്ലാ മസാലയും കൂടി ഉള്ളതാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ ചിക്കൻ വെറുതെ വേവിച്ച് വെച്ചതാണ്, അതിനകത്ത് ഉപ്പൊന്നും ഇട്ടിട്ടില്ല. ഇതിനകത്ത് ഇതെല്ലാം ചേർത്തിട്ടാണ് നമ്മൾ, അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് ഉപ്പിടാതെ പോയത്. ഇനി നമുക്ക് ഇതിനകത്ത് ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനും കൂടി ഇടാം. അടുത്ത് നമ്മൾ ഇടാൻ പോകുന്നത് സ്വീറ്റ് പൊട്ടറ്റോ ഇടാൻ പോവാം. ഇതെല്ലാം കൂടി അങ്ങോട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ തണുത്തതിന് ശേഷം നമുക്ക് ചെറിയ ബോൾസുകളാക്കി കട്ട്ലറ്റ് ആക്കി എടുക്കാം. എല്ലാം ആദ്യം ഇങ്ങനെ വെക്കുക, നമ്മുടെ ജോലി ഇങ്ങനെ അങ്ങ് തീർക്കുക. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുകൊണ്ട് ഇതിപ്പം എരിയുണ്ട്, മധുരക്കിഴങ്ങ് ആയതുകൊണ്ട് നല്ല മധുരവും ഉണ്ട്. അപ്പം മൊത്തത്തിലൊരു
ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇത് മാത്രം ഇപ്പൊ തിന്നുകയാണ്. ഞാൻ നോക്കിയപ്പോ ക്യാമറമാൻ മോട്ടിച്ച് തിന്നുന്നു ഇത്. അതിനെ വഴക്ക് പറഞ്ഞു. ചേട്ടന് ഒരു അളിയനുണ്ടല്ലേ ഞാൻ അറിയാതെ. അത് കമന്റ്സിലാണ് ഞാൻ കണ്ടത്. അളിയനെ ഒന്ന് വെട്ടത്ത് കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് ഒരു അളിയൻ ഇട്ടിട്ടുണ്ട്. ആ അളിയനെ ഒന്ന് വെട്ടത്ത് വന്നിരുന്നെങ്കിൽ നമുക്ക് ഈ അളിയനെ ഒന്ന് കാണിച്ചു കൊടുക്കായിരുന്നു. നമ്മൾ ഇത്രയും ഇതിൽ എത്ര എണ്ണം ആയെന്ന് നോക്കി. 2, 4, 6, 8, 10, 12 ഇതുകൂടെ ആകുമ്പോൾ ഒരു 14. ഇതുപോലെ റസ്ക് പൊടി കുറേശ്ശെ വേണം നമ്മൾ ഇങ്ങോട്ട് മാറ്റിയിട്ട് വേണം നമ്മൾ ഓരോന്ന് മുക്കിയെടുക്കുക. അല്ലെങ്കിൽ റസ്ക് പൊടിയിൽ ഈ മുട്ടയും കൂടി ആകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് നമുക്കത് നഷ്ടമായി പോകും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. പിന്നെ ഞാനങ്ങനെ മുക്കാൻ പോവാണ്. ഇങ്ങനെ നമ്മൾ പൊടി പ്രത്യേകം എടുത്ത് വെക്കുകയാണ്. ഈ മുട്ടയുടെ ആ വെള്ളയുണ്ടല്ലോ, വെള്ള വീണ് നമ്മുടെ ഈ പൊടിയെല്ലാം അങ്ങ് കൂടിപ്പോവും. അങ്ങനെ വരാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് എടുത്ത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വേസ്റ്റ് വരുമില്ല. കണ്ടോ, ഇങ്ങനെ വരും നമുക്ക്. അപ്പോൾ നമ്മൾ ഈ പൊടിയെല്ലാം മുക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് നേരം നമുക്കൊന്ന് ഫ്രീസറിൽ വെച്ച് ഒന്ന് ജസ്റ്റ് തണുപ്പിക്കാം. അപ്പം എണ്ണയിൽ ഈ പൊടി വീഴാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പാനൊക്കെ ചൂടായി ഞാൻ എണ്ണ ഒഴിക്കുകയാണ്. അപ്പം നമുക്കിനി ഓരോന്നായിട്ട് പറക്കി വെക്കാം. ചെറിയ ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ വെക്കേണ്ടത്. സോറി. അങ്ങനെ നമ്മൾ തിരിച്ച് മറിച്ചും ഒന്നും കൂടിയൊക്കെ എല്ലാം നല്ലവണ്ണം കരിയാൻ പാടില്ല. ഇതിപ്പോൾ ആവശ്യത്തിന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഒട്ടും തന്നെ ഇത് എടുക്കും. പതുക്കെ നമുക്ക് കോരിയെടുക്കാം. എണ്ണയൊന്നും അധികം പിടിച്ച് നിൽക്കത്തൊന്നുമില്ല ഈ കട്ട്ലറ്റിൽ. എണ്ണയിൽ അധികം പൊടി പോലും വീണിട്ടില്ല. കണ്ടോ. അങ്ങനെ നമ്മുടെ കട്ട്ലറ്റുകളെല്ലാം റെഡിയായി. ഇനി നമുക്ക് ഒന്നൊന്നായി പറക്കി തിന്നാം അല്ലേ. അപ്പൊ ഇത് നമ്മൾ ഉണ്ടാക്കുക മാത്രമല്ല, ഇത് തിന്നുക എന്നുള്ളൊരു ചടങ്ങ് കൂടി നമുക്കുണ്ട്. നമ്മൾ അതുകൊണ്ട് കഴിക്കാൻ പോവാണ്. ഒന്ന് കഴിക്കട്ടെ. അതിന്റെ ടേസ്റ്റ് എന്താണെന്നൊക്കെ നമുക്ക് അറിയണ്ടേ. നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയതല്ലേ. പറയാനൊന്നുമില്ല. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മധുരക്കിഴങ്ങായതുകൊണ്ട് അതിനൊരു ചെറിയൊരു മധുരമുണ്ട്. പിന്നെ കാന്താരിയൊക്കെ ചേർത്തിരുന്നില്ല, അതുകൊണ്ട് അതിനൊരു എരിവുണ്ട്. ഇപ്പൊ സോസ് ഒഴിച്ചുകൊണ്ട് ഒരു അതിൻ്റെ ഒരു പുളിയും പുളിപ്പും മധുരവും എല്ലാം കൂടെ ചേർന്നതുകൊണ്ട് സൂപ്പറാണ്. നമ്മൾ മറ്റു കട്ട്ലറ്റുകളെക്കാളും അടിപൊളിയാണ്. അതിൻ്റെ കൂടെ ശരിക്കും ചായ അല്ല നല്ലത്, ഇതുപോലൊരു കട്ടനാണ് നല്ലത്. ഇനി പറയാനുള്ളത്, ഗിഫ്റ്റുകൾ വരാൻ പോവുകയാണ് ഈ മാസം ജാനുവരിയിലെ. നല്ല നല്ല കമന്റ്സിൽ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് നിങ്ങളെ. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ സംബന്ധിക്കുന്ന കമന്റ്സുകളാണ് ഞങ്ങൾക്ക് ആവശ്യം, അല്ലാതെ വേറെ കമന്റ്സുകളൊന്നും അല്ല ആവശ്യം. ഇപ്പൊ നമ്മൾ എന്ത് വീഡിയോ ഇടുന്ന വെച്ചാൽ അതിനെ ബേസ് ചെയ്ത് നിങ്ങൾ കമന്റ്സ് നല്ലത് ഇട്ടോളൂ. പിന്നെ ഒരു കമന്റ്സിനല്ല, ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് കമന്റ്സ് ഇടുന്നവരെയാണ് ഞങ്ങൾ സെലക്ട് ചെയ്യുന്നത്. അത് ഓർമ്മ വെച്ചോണം. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത മാസം ഫെബ്രുവരി ആദ്യ വാരമാണ് നമ്മൾ നറുക്കിടുന്നത്. അപ്പൊ എല്ലാവരും കമന്റ്സ് ഇടാൻ മറക്കണ്ട. പിന്നെ ഷോർട്ട് വീഡിയോയിൽ കുറച്ച് നമുക്ക് അധികം കാണിക്കാൻ പറ്റൂലല്ലോ, അതുകൊണ്ട് നമ്മൾ ലോങ് വീഡിയോ കാണുക. ലോങ് വീഡിയോയിലാണ് കമന്റ്സുകൾ എത്രയും വരേണ്ടത്, ഷോർട്ട് വീഡിയോ അല്ല. ഷോർട്ട് വീഡിയോയിൽ ഇടുന്നവരും ഇടാം, അത് കുഴപ്പമില്ല. സ്ഥിരമായിട്ട് ഇടുന്നവരെ ഞങ്ങൾ വാച്ച് ചെയ്യുന്നതാണ്. പിന്നെ 1 ലാഖ് സബ്സ്ക്രൈബ് ആകുമ്പോൾ അപ്പൊ ഈ വിന്നറുകളിൽ നിന്നാണ് നമ്മൾ മെഗാ ബെമ്പർ പ്രൈസിലേക്കുള്ളവരെ ഒരാളെ സെലക്ട് ചെയ്യുന്നത്. അത് മറക്കണ്ട. എല്ലാവരും നല്ല നല്ല കമന്റ്സ് ഇടാൻ ശ്രമിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.